നമസ്കാരം. മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. യുഎഇയിൽ മഴക്കെടുതിയിൽ മരണം 4ആയി. 3 ഫിലിപ്പൈൻ സ്വദേശികൾ മരിച്ചതായി കോൺസുലേറ്റ് അറിയിച്ചു. മഴയെ തുടർന്ന് ദുബൈയിൽ ഇതുവരെ 1244 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ദുബൈ വിമാനത്താവളത്തിന്റെ 1-3 ടെർമിനലുകൾ പ്രവർത്തനം പുനരാരംഭിച്ചു. യുഎഇയിലെ മിക്ക നഗരങ്ങളും ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ടിലാണ്. വെള്ളത്തിൽ കുടുങ്ങിപ്പോയ കാറിൽ ശ്വാസം മുട്ടിയാണ് 2 ഫിലിപ്പൈൻ സ്വദേശികൾ മരിച്ചതെന്ന് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മറ്റൊരാൾ മഴയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരിച്ചത്. പ്രവർത്തനം അവതാളത്തിലായ ദുബൈ വിമാനത്താവളം അടുത്ത ദിവസം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങുമെന്ന് അധികൃതർ പറഞ്ഞു. ടെർമിനൽ 1ഉം ടെർമിനൽ 3ഉം ഇന്ന് സജീവമായി. ഫ്ലൈ ദുബൈ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ചില വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. ടെർമിനൽ 3ൽ ചെക്ക് ഇൻ നടപടികൾ പുനരാരംഭിച്ചതോടെ വലിയ തിരക്കാണ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത്. ടെർമിനൽ 1ൽ ഇന്നു മുതൽ വിമാനങ്ങൾ ഇറങ്ങിത്തുടങ്ങി. വിമാനത്താവളത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൺഫേംഡ് ടിക്കറ്റ് കൈവശമുള്ളവർ മാത്രം വിമാനത്താവളത്തിൽ എത്തിയാൽ മതിയെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് എയർ അറേബ്യ വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ മുതൽ സർവീസ് പുനരാരംഭിച്ചു. ദുബൈ മെട്രോ ഭാഗികമായി സർവീസ് പുനരാരംഭിച്ചു. എന്നാൽ ദുബൈ, ഷാർജ, അജ്മാൻ തുടങ്ങിയ നഗരങ്ങളിലെ പ്രധാന റോഡുകളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ശക്തമായി തുടരുന്നു. പലയിടങ്ങളിലും ഗതാഗതക്കുരുക്കുണ്ട്. വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാതെ കെട്ടിടങ്ങളിൽ കുടുങ്ങിയവരും നിരവധിയാണ്. കെട്ടിടത്തിലും വിമാനത്താവളത്തിലും കുടുങ്ങിയവർക്ക് ഭക്ഷണം എത്തിച്ച് പ്രവാസി കൂട്ടായ്മകളും സേവന രംഗത്ത് സജീവമാണ്. ഷിനോദ് ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. യുഎഇയിൽ മഴ ശമിച്ച 24 മണിക്കൂർ പിന്നിടുമ്പോഴും വെള്ളക്കെട്ട് ദുരിതമൊഴിയുന്നില്ല. ദുബൈ, ഷാർജ, അജ്മാൻ തുടങ്ങി പല എമിറേറ്റുകളിലും താമസ മേഖലകൾ വെള്ളക്കെട്ടിലാണ്. ചില മേഖലകളിൽ വെള്ളവും വൈദ്യുതിയും മുടങ്ങിയിട്ടുണ്ട്. ചുറ്റും രൂക്ഷമായ വെള്ളക്കെട്ടായതിനാൽ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നിരവധി കുടുംബങ്ങളുണ്ട്. ജോലിസ്ഥലത്ത് വെള്ളം കയറി തൊഴിൽ മുടങ്ങിയവരും നിരവധിയാണ്. ഷാർജയിൽ നിന്ന് ഷിനോദ് ഷംസുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യുഎഇയിലെ കഴിഞ്ഞ ദിവസത്തെ പേമാരിയിൽ ഇനിയും വെള്ളമൊഴിഞ്ഞു പോയിട്ടില്ലാത്ത ഷാർജയിലെ വ്യവസായ മേഖല 4ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരവധി മലയാളികളുടെ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. നിരവധി മലയാളികളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മലയാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിലാണ് ഇപ്പോഴും ഉള്ളത്. എന്താ പേര്? എൻ്റെ പേര് ഉസ്മാൻ. നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂരാണ് സാർ. എന്തായിരുന്നു ഇവിടുത്തെ ഇതുവരെയുള്ള അവസ്ഥ? ഇവിടെ വളരെയധികം പ്രയാസത്തിലാണ്. 3 ദിവസമായി കട തുറക്കാത്തത്. കടയിൽക്കൊക്കെ വെള്ളം കയറി. കടയിൽ മൊത്തം വെള്ളം കയറിയിരുന്നു. നമ്മൾ ഇപ്പോൾ വൃത്തിയാക്കിയതാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു തട വെച്ച് ആണ് തടഞ്ഞിട്ട് ഇങ്ങനെ ഇന്ന് മധ്യത്തിൽ തുറന്നതാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തുറന്നത്. ഈ ഇവിടെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഭക്ഷണം കിട്ടാനോ വെള്ളം കിട്ടാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ. കാരണം കറണ്ട് ഇല്ല, വെള്ളം ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇവിടെ കൂടുതലുള്ളത്. വെള്ളം ഇവിടെ ഒന്നും പോകാനുള്ളൊരു വഴികളൊന്നുമില്ല. മുനിസിപ്പാലിറ്റി ഇവിടെ വന്ന് എടുത്തു കഴിഞ്ഞാലേ ഇത് നീക്കം ചെയ്യാൻ പറ്റും. ഇത് എത്രമാത്രം വെള്ളം ഇവിടെ ഉയർന്നിരുന്നു? ഏകദേശം ഒരാളെ ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. ചുമര് പിടിച്ചു പോകുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കുഴികളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല. ചിലപ്പോഴേ താഴത്തേക്ക് അങ്ങ് പോകും. മലയാളികൾ നടത്തുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അതിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. സാധനങ്ങൾ നിറയെ വെള്ളം കയറി നാശമായതായിട്ട് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റും. ये बारिश के कारण पानी अंदर शोरूम में पूरा बहुत ज़्यादा वाटर आ गया. बहुत नुकसान हो गया यानी कि हमारा. कितना माल का कितना दिरहम का माल है? काफ़ी है ये तो. मान के चलो 1 मिलियन तक का. जी. എന്താ ഇവിടുത്തെ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ 4ലേക്ക് ഒരു അവസ്ഥ? വളരെ പരിതാപകരമാണ്. വെള്ളമില്ല, റൂമിൽ വെള്ളമില്ല. കമ്പനി അടച്ചിട്ടിട്ടുണ്ട്. 3 ദിവസമായി അടച്ചിട്ടിട്ട്. ഇത് ബേക്കറിയാണ്? ഇത് ബേക്കറിയാ. ഇവിടെ ഇതിനകത്ത് വെള്ളം കയറിയിട്ടുള്ള നാശമുണ്ടോ? അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്, നാശം അങ്ങനെയില്ല. ഈ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ നശിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കുറച്ച് ഇല്ല, എക്സ്ട്രാ വെച്ചിരുന്നത് മാത്രം പോയതുള്ളൂ. ഇപ്പോൾ വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതായത് കുടിക്കാനുള്ള വെള്ളം എത്തുന്നില്ല. നല്ല വെള്ളമില്ല, പൈപ്പെല്ലാം ബന്ധാ. 3 ദിവസമായിട്ട് ഈ അവസ്ഥയിലാണ്. 3 ദിവസമായിട്ട് ഇവിടെ വെള്ളം കാണില്ല. ഇതേ അവസ്ഥയാണ്. ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ, ഇവിടെ കൂടുതൽ മലയാളികൾ താമസമുണ്ടോ?
മലയാളികളുണ്ട്, ബംഗാളിയുണ്ട്, പാകിസ്ഥാനികളുണ്ട്. എല്ലാവരും ഇല്ല. വെള്ളം കൊണ്ടുവരാനും കുടിക്കാനുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പോഴത്തെ പ്രധാന ബുദ്ധിമുട്ട് എന്താ? ഈ വെള്ളക്കെട്ടാണ് ഇപ്പോൾ 3 ദിവസമായില്ലോ മഴ പെയ്തിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇവിടെ ഈ ഭാഗം ഒക്കെ മോശം തന്നെ. ഇവിടെ വെള്ളം വണ്ടി ഇറങ്ങാനും പറ്റാത്ത അവസ്ഥ. അങ്ങനെയാണ്. നാളെ എന്താവും അറിയില്ല. അങ്ങനെ വെള്ളം കയറി നിൽക്കല്ലേ. മൊത്തം കമ്പിൻ്റെ അകത്തും വെള്ളം കയറി. മൊത്തം ഇപ്പോൾ 2 ദിവസം മുടക്കി ഇപ്പോൾ. അത് തന്നെ വെള്ളമാണ് ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ട് അല്ലേ? വെള്ളമാണ് ഇവിടുത്തെ പ്രശ്നം. വെള്ളക്കെട്ട്. ഫുഡ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അങ്ങനെ ഒരു ഇതൊന്നുമില്ല. നമ്മൾ വെച്ച് കഴിക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ കുഴപ്പമില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു മഴ കണ്ടിട്ടില്ല, ഇത്ര വെള്ളം കണ്ടിട്ടില്ല. ഇപ്പോൾ 3 ദിവസമായി റൂട്ട് മുടങ്ങി കിടക്കുകയാണ്. കമ്പനിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി കിടക്കുകയാണ്. കമ്പനി മൊത്തം മന്തായി കിടക്കുകയാണ്. കടക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. അവരെ മുന്നിലൊന്നും വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് വെള്ളമില്ല എന്നുള്ള ഒരു ധാരണയാണ്. പക്ഷേ ഇവിടുത്തെ വീഡിയോ എടുത്തിട്ട് അവർക്ക് വിട്ടെടുത്തപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതാണ് അവസ്ഥ. പിന്നെ ബാത്റൂമിലാണ് വെള്ളമില്ല. ജനജീവിതം മൊത്തം സ്തംഭിച്ചിരിക്കുകയാണ്. ഹോട്ടലിൽ നിന്ന് ഇത്രയും വെള്ളത്തിൻ്റെ ഇത് താണ്ടിയിട്ടാണ് സൈക്കിൾമേൽ ഭക്ഷണം കൊടുക്കുന്നത്. അതും കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയിലാവും. പിന്നെ വെള്ളം ബേക്കറിയിൽ വന്നിട്ട് ഇങ്ങനെ ബക്കറ്റിലും ഇതിലൊക്കെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് അവസ്ഥ. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 42 വർഷമായി. 17 വയസ്സിൽ വന്നതാണ്. ഇത്രയും കാലം ഇങ്ങനത്തെ ഒരു മഴ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മഴയത്ത് ഈ ഭാഗത്ത് വെള്ളം കയറുന്ന പതിവും ഇല്ല. മഴ പെയ്യലുണ്ട്, വെള്ളം കയറലുണ്ട്. കഴിഞ്ഞ മഴക്കും വെള്ളം കയറിയിട്ടുണ്ട്. അന്നും പിന്നെ ഈ വർഷത്തിലാണ് ഇത്രയും മഴ വന്നിട്ടുള്ളത്. വെള്ളം പൊങ്ങി കണ്ടില്ലേ. നമുക്കിപ്പോൾ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പണിക്ക് 3 ദിവസമായി ലീവ്. എന്താണ് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ബേക്കറിയിൽ 3 ദിവസമായി ഫുള്ള് വെള്ളമാണ്. അപ്പം 3 ദിവസമായിട്ട് ഇപ്പോൾ ഓഫാണ് നമ്മളിവിടെ സ്റ്റാഫുണ്ട്, 100 സ്റ്റാഫുണ്ട്. ഏകദേശം എത്ര ആളുകൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും? മലയാളികളൊക്കെ ആയിട്ട്? മലയാളികളാണ് ഇവിടെ ഇഷ്ടംപോലെ ഉള്ളത് തന്നെ. പിന്നെ കുറേ ബംഗാളികളുണ്ട്. കൂടുതലും മലയാളികളാണ്. റൂമിലിരിക്കുന്നത് താഴെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ തന്നെ. ബേക്കറിക്കകത്ത് മൊത്തം എന്ന് വെച്ചാൽ വെള്ളമായതുകൊണ്ട് നമുക്കവിടെ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല. ജോലി ചെയ്യാത്തൊരു ബുദ്ധിമുട്ട് വെച്ചാൽ വെറുതെ ഇരിക്കല്ല, ആ ഒരു പ്രോബ്ലം. ഷാർജയിലെ ചെറിയൊരു ഭാഗത്തെ കാഴ്ചകൾ മാത്രമാണിത്. ഇതിനപ്പുറത്ത് വലിയ താമസ മേഖലകളുണ്ട്. അവിടെയും വെള്ളം ഇപ്പോഴും നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടുള്ള പ്രവേശനം പോലും പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലെങ്കിലും ഈ വെള്ളക്കെട്ട് ഒഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള തൊഴിലാളികളും മലയാളികളായ മറ്റ് പ്രവാസികളും. യാസിർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ. ഷാർജയിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട്ടേക്ക് തിരിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് 40 മണിക്കൂറിലേറെ നീണ്ട ദുരിതം. രാവും പകലും വിമാനത്താവളത്തിൽ കഴിച്ചുകൂട്ടിയ ഇവരെ ഇന്ന് വിമാനത്തിൽ കയറ്റിയെങ്കിലും മണിക്കൂറുകളായി വിമാനം വൈകുകയാണ്. ഇന്ന് വിവാഹിതനാകേണ്ട നവവരനും യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ട്. ഏപ്രിൽ 16 രാത്രി 11 ഷാർജയിൽ നിന്ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരാണിവർ. മഴക്കെടുതിയെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ കഴിഞ്ഞ 40 മണിക്കൂറിലേറെ കൈക്കുഞ്ഞുങ്ങളടക്കമുള്ള യാത്രക്കാർ രാവും പകലും വിമാനത്താവളത്തിനകത്ത് കഴിച്ചുകൂട്ടുകയായിരുന്നു. ഇന്നുവരെ വിമാനത്തിൽ കയറ്റിയെങ്കിലും വിമാനം പിന്നെയും മണിക്കൂറുകൾ വൈകുകയാണ്. ഇന്ന് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കേണ്ട വരനും ഇക്കൂട്ടത്തിലുണ്ട്. ഇന്ന് ഫംഗ്ഷൻ നടക്കേണ്ടതായിരുന്നു. വൈഫിനെ കൂട്ടി കൊണ്ടുവരാനുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടക്കേണ്ടതായിരുന്നു. അത് 2 ദിവസമായിട്ടൊന്നും നടന്നില്ല. അതിനെക്കുറിച്ചിട്ടൊന്നുമില്ല. ഇത്രയും ദിവസമായിട്ട് അത് ഡിലേ ആണ്. ഒന്നും അറിയില്ല, എന്താ ചെയ്യില്ലൊന്നും അറിയില്ല. പെട്ടെന്ന് മരുമോന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് ബോഡി കാണാൻ വേണ്ടി നാട്ടിൽ പോകാൻ ചൊവ്വാഴ്ച രാത്രി ഇവിടെ എയർപോർട്ടിൽ എത്തിയതാണ്. അപ്പോൾ ഇന്നലെ കബറടക്കം കഴിഞ്ഞ് നമുക്ക് ഇന്ന് ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ച ഉച്ചയായിട്ട് നമുക്ക് നാട്ടിലേക്ക് ഇതുവരെ എത്താൻ പറ്റിയില്ല. മഴക്കെടുതിയെ തുടർന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയെങ്കിലും യാത്രക്കാർക്ക് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ബോർഡിംഗ് പാസ് കൈപ്പറ്റിയ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് വിവരങ്ങൾ നൽകാൻ പോലും ആളില്ലായിരുന്നുവെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് അവർ പറയുന്നില്ല, എന്താണ് റീസൺ പറയുന്നില്ല. കുറെ നുണകൾ പറയുന്നുണ്ട്. അവരിങ്ങനെ എക്സ്ക്യൂസ് ആയിട്ടുള്ള കുറെ നുണകൾ പറയുന്നുണ്ട്. പിന്നെ ഇത് എപ്പോഴാണ് എടുക്കുക എന്നുള്ളത് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അവർ ക്യാപ്റ്റനോട് ഡിസ്കസ് ചെയ്യുക. ക്യാപ്റ്റനാണെങ്കിൽ ഒരു ആൻസർ പറയുന്നില്ല. അവർ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ട് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തിട്ടില്ല. ജനറലി എല്ലാ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും എന്താണ് ചെയ്യുന്നത്. ഇതുവരെ അവർ ചെയ്തിട്ടില്ല. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ഷാർജ.
ഒമാനിൽ അടുത്തയാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഏപ്രിൽ 24-25 തീയതികളിലായിരിക്കും ഒമാനെ ഇത് ബാധിക്കുക എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. അന്തരീക്ഷത്തെ പുതിയ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഏർലി വാർണിംഗ് സെന്റർ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒമാനിൽ കനത്ത മഴയിൽ കാണാതായ 2 പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ഇതോടെ ഒമാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 21ആയി. ഒമാനി വനിതയുടെ മൃതദേഹം മാഹൂത്ത് വിലായത്തിലെ അൽ ഷറൈഖ ഏരിയയിൽ നിന്നും ഏഷ്യൻ പൌരന്റെ മൃതദേഹം സഹം വിലായത്തിൽ നിന്നുമാണ് കണ്ടെത്തിയത്. കണ്ടെത്താനാകാത്ത മറ്റ് 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. റോയൽ ഒമാൻ പോലീസ്, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നത്. സൗദിയിൽ ട്രാഫിക് പിഴയിൽ പ്രഖ്യാപിച്ച ഇളവ് പ്രാബല്യത്തിലായി. ഇന്ന് പിഴയടച്ച മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഇളവ് ലഭിച്ചു. ഒക്ടോബർ 18 വരെയാണ് ഇളവോടുകൂടി പിഴയടയ്ക്കാനുള്ള അവസരം. വൻതുക പിഴയടയ്ക്കാനുള്ളവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലായ ഈ ഇളവ്. ട്രാഫിക് പിഴകളിൽ ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്ന ഇളവ് ഇന്നു മുതൽ പ്രാബല്യത്തിലായി. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇന്ന് ഇളവോടുകൂടി പിഴയടച്ചു. ഇന്നലെ വരെ ചുമത്തപ്പെട്ട പിഴകളിൽ 50% ഇളവ് ലഭിക്കുക. ഒക്ടോബർ 18 വരെ 6 മാസം ഇളവ് നീണ്ടു നിൽക്കും. അതേസമയം ഇന്നു മുതൽ ഒക്ടോബർ 18 വരെയുള്ള ഇളവ് കാലത്ത് ചുമത്തപ്പെടുന്ന പുതിയ പിഴകൾക്ക് 25% മാത്രമേ ഇളവുണ്ടാകൂ. വൻ തുക പിഴ ചുമത്തപ്പെട്ട് പ്രതിസന്ധിയിലായവർക്കെല്ലാം മികച്ച അവസരമാണിത്. പിഴ തുകയുടെ പകുതിയടച്ച് നിയമലംഘനത്തിൽ നിന്ന് മുക്തരാകാം. ഒന്നിലധികം പിഴ ചുമത്തപ്പെട്ടവർക്ക് ഒക്ടോബർ 18 മുമ്പായി അവ ഒന്നിച്ചോ ഓരോന്നായോ അടക്കാനും സൗകര്യമുണ്ട്. തെറ്റായി പിഴ ചുമത്തപ്പെട്ടവർക്ക് അപ്പീൽ സമർപ്പിക്കാമെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു. പിഴയിൽ ഇളവ് ലഭിക്കാൻ പ്രത്യേകമായി ഏതെങ്കിലും ലിങ്കുകളിലോ സൈറ്റുകളിലോ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും സദാത് വഴിയോ ഇഫ പ്ലാറ്റ്ഫോം വഴിയോ സാധാരണ പോലെ പിഴ അടക്കുമ്പോൾ തന്നെ ഇളവ് ലഭ്യമാകും. ഇളവ് ലഭിക്കാൻ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളിലും അറിയിപ്പുകളിലും വഞ്ചിതരാകരുതെന്നും ട്രാഫിക് അതോറിറ്റി അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി. ആഗോളതലത്തിൽ ഖത്തർ നടത്തിയ പല നിർണായക ഇടപെടലുകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും നേതൃത്വം നൽകിയതാണ് ഷെയ്ഖ് മുഹമ്മദിന് പട്ടികയിൽ ഇടം നേടിക്കൊടുത്തത്. വിദേശകാര്യ വിഷയങ്ങളിലും ആഗോള ഇടപെടലുകളിലും ഖത്തറിന്റെ ഉറച്ച ശബ്ദവും നിലപാടുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി. ഇസ്രായേലിനും ഹമാസിനുമിടയിലുള്ള വിശ്വസ്തനായ മധ്യസ്ഥൻ എന്നാണ് ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളിൽ ഒരാളായി തിരഞ്ഞെടുത്തുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത്. യുഎസും ഇറാനും തമ്മിലുള്ള ബന്ദിമോചനത്തിനും റഷ്യയിൽ കുടുങ്ങിയ യുക്രൈൻ കുട്ടികളെ മോചിപ്പിക്കുന്നതിലും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും യുഎസും വെനസ്വേലയും തമ്മിൽ തടവുകാരെ കൈമാറുന്നതിനുമെല്ലാം ഖത്തർ മധ്യസ്ഥത വഹിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഖത്തർ പ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയായിരുന്നു. 2022 ഫിഫ ലോകകപ്പിന് മുമ്പ് ഉയർന്ന വിമർശനങ്ങളെയെല്ലാം നയതന്ത്രപരമായി നേരിടാനും മികച്ച സംഘാടന മികവിലൂടെ വിമർശകരെ അത്ഭുതപ്പെടുത്തുന്നതിനും ഖത്തറിന് സാധിച്ചിരുന്നു. ഖത്തർ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ബിരുദം നേടിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഖത്തറിന്റെ വിദേശകാര്യമന്ത്രിയായി നിയമിതനാകുന്നത് 2016 2023 മാർച്ച് 7 ഖത്തർ പ്രധാനമന്ത്രിയായും ചുമതലയേറ്റു. മീഡിയ 1, ദോഹ. ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് പുരസ്കാരം ഖത്തറിന്റെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫൂർട്ടിൽ നടന്ന പാസഞ്ചർ ടെർമിനൽ എക്സ്പോയിലാണ് പുരസ്കാര പ്രഖ്യാപനം നടന്നത്. ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം 2ാം തവണയാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്വന്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം തുടർച്ചയായ 10ാം തവണയും ഹമദിനെ തേടിയെത്തി. ഏറ്റവും മികച്ച ഷോപ്പിംഗ് സൗകര്യമൊരുക്കിയ വിമാനത്താവളത്തിനുള്ള പുരസ്കാരവും ഹമദിന് തന്നെയാണ്. യാത്രക്കാർക്കിടയിൽ നടത്തിയ സർവേയുടെയും വോട്ടിംഗിന്റെയും അടിസ്ഥാനത്തിലാണ് സ്കൈ ട്രാക്സ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. ലോകത്തെ 500ഓളം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന മത്സരത്തിൽ വിവിധ സൂചികകളിലെ പ്രകടനം വിലയിരുത്തിയാണ് സ്കൈ ട്രാക്സ് പുരസ്കാരം നിർണ്ണയിക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനുള്ളിൽ സൗകര്യങ്ങളിലും സേവനങ്ങളിലും പുലർത്തിയ മികവിനുള്ള അംഗീകാരമാണ് പുരസ്കാര നേട്ടമെന്ന് ഖത്തർ എയർവേസ് ഗ്രൂപ്പ് സിഇഒ എഞ്ചിനീയർ ബദർ മുഹമ്മദ് അൽമീർ പറഞ്ഞു. മീഡിയ 1, ദോഹ. കുവൈത്തിൽ സ്വദേശി തൊഴിലന്വേഷകരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജോലിക്കായി സിവിൽ സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത പൌരന്മാരുടെ എണ്ണം 13,000 കവിഞ്ഞതായി പ്രാദേശിക മാധ്യമമായ അൽ റായ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷങ്ങളിൽ തൊഴിലന്വേഷകരുടെ എണ്ണം 3,000 വരെ ആയിരുന്നതാണ് ഇപ്പോൾ 13,000 വർദ്ധിച്ചത്. ഇതിൽ 6,168 പേർ യൂണിവേഴ്സിറ്റി ബിരുദവും
111 പേർ ബിരുദാനന്തര ബിരുദവും നേടിയവരാണ്. 2389 പേർ ഡിപ്ലോമ ഹോൾഡർമാരും 863 സെക്കൻഡറി സർട്ടിഫിക്കറ്റുകളും ഉള്ളവരാണെന്ന് അധികൃതർ അറിയിച്ചു. അതിനിടെ സ്വദേശിവൽക്കരണം ത്വരിതപ്പെടുത്തിയിട്ടും തൊഴിൽ വിപണിയിൽ കുവൈത്തി തൊഴിലന്വേഷകരുടെ എണ്ണം കൂടുന്നത് ആശങ്കയോടെയാണ് അധികൃതർ കാണുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം മോചിതനായി നാട്ടിലെത്തുന്നതുവരെ കൂട്ടായ പ്രവർത്തനം തുടരുമെന്ന് ജിദ്ദയിലെ ജനകീയ സമിതി അറിയിച്ചു. സമാഹരിച്ച തുകയിൽ ബാക്കിയുള്ളത് നാട്ടിലെ നിയമസഹായ സമിതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെലവഴിക്കും. സൗദിയിലെ ജിദ്ദയിൽ ചേർന്ന ജനകീയ സമിതിയുടെ യോഗത്തിലാണ് തീരുമാനം. റിയാദ് ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ദിയാധനം സമാഹരിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ചതാണ് ജിദ്ദയിലെ ജനകീയ സമിതി. സമിതിക്ക് കീഴിൽ ജിദ്ദയിലെ നിരവധി കൂട്ടായ്മകളും സംഘടനകളും ചിട്ടയോടെ പ്രവർത്തിച്ചു. ഇതിലൂടെ റഹീമിന്റെ മോചനദ്രവ്യത്തിലേക്ക് വൻ തുക സമാഹരിച്ച് അയക്കാനും സാധിച്ചു. എന്നാൽ ധനസമാഹരണം അവസാനിപ്പിച്ചതായുള്ള നാട്ടിലെ നിയമസഹായ സമിതിയുടെ അപ്രതീക്ഷിത അറിയിപ്പിനെ തുടർന്ന് ജിദ്ദയിൽ വിവിധ കൂട്ടായ്മകൾ സമാഹരിച്ച മുഴുവൻ തുകയും അയച്ചുകൊടുക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജിദ്ദയിൽ ജനകീയ സമിതി യോഗം ചേർന്നത്. സമാഹരിച്ച തുക റഹീമിന്റെ മോചനത്തിനാവശ്യമായി വരികയാണെങ്കിൽ കൈമാറുമെന്നും അല്ലാത്തപക്ഷം റഹീം നാട്ടിലെത്തിയ ശേഷം നാട്ടിലെ നിയമസഹായ സമിതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്യുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ അറിയിച്ചു. അബ്ദുറഹീമിന്റെ ജയിൽ മോചനം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം പൂർത്തിയായി അബ്ദുറഹീമിനെ നാട്ടിലെത്തിച്ച ശേഷം അവസാനമായി ഇനി അദ്ദേഹത്തിനോ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കോ ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫണ്ട് അതിന് നൽകുക എന്നും അതല്ലാത്ത പക്ഷം ആ സമയത്ത് ജിദ്ദയിലെ ജനകീയ സമിതി യോഗം ചേർന്ന് നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ ആധികാരികമായ അഭിപ്രായത്തോടുകൂടി ആ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് അവസാനമായി ഇനി ബാക്കിയുള്ള ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം, ആർക്ക് നൽകണം എന്ന കാര്യം തീരുമാനമെടുക്കും. അബ്ദുറഹീം ജയിൽ മോചിതനായി നാട്ടിലെത്തുന്നതുവരെ ജനകീയ സമിതിയുടെ പ്രവർത്തനം തുടരും. വിവിധ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും പ്രതിനിധികളും ജിദ്ദയിൽ നടന്ന യോഗത്തിൽ സംബന്ധിച്ചു. ജിദ്ദയിൽ വിവിധ കൂട്ടായ്മകൾ സമാഹരിച്ച തുകയുടെ കണക്കുകളും യോഗത്തിൽ അവതരിപ്പിച്ചു. ഇനിയും കണക്കുകൾ പൂർണ്ണമായി അവതരിപ്പിച്ചിട്ടില്ലാത്ത സംഘടനകളും വ്യക്തികളും വെള്ളിയാഴ്ചക്കകം അവ ജനകീയ സമിതിക്ക് കൈമാറണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൂടാതെ റഹീം മോചനവുമായി ബന്ധപ്പെട്ട എല്ലാ ധനസമാഹരണവും അവസാനിപ്പിച്ചതായും സമിതി അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. അബ്ദലി റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി മരിച്ചു. എറണാകുളം താന്നിപ്പുഴ സ്വദേശി സോണി സണ്ണിയാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞായിരുന്നു അപകടം. കുവൈത്ത് അൽ ഗാനിം ഇന്റർനാഷണൽ കമ്പനിയിൽ തൊഴിലാളിയായിരുന്നു സോണി. സുഹൃത്ത് ഖാലിദ് റഷീദിക്കൊപ്പം ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഖാലിദ് റഷീദിയും അപകടത്തിൽ മരിച്ചു. കൂട്ടിയിടിച്ച വാഹനം ഓടിച്ചയാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. വിവാഹ വാർഷികം ആഘോഷിക്കാൻ സോണി സണ്ണി നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിരുന്നു. ഇതിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് അപകടം. മൃതദേഹം ഫർവാനിയ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. KKMA മാഗ്നറ്റ് വിഭാഗം മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിവരുന്നു. കുവൈത്തിൽ പാക്കറ്റ് ഭക്ഷണങ്ങൾക്ക് ട്രാഫിക് ലൈറ്റ് ലേബൽ ഏർപ്പെടുത്തുന്നു. ഭക്ഷണ പാക്കറ്റുകളിലെ പോഷക ഗുണങ്ങളെക്കുറിച്ചുള്ള പൊതുജനാവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ലേബൽ നടപ്പാക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശകൾ പാലിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അമിതവണ്ണത്തെ ചെറുക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. പാക്കറ്റിലെ ലൈറ്റ് സിഗ്നലുകൾ വഴി ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം, കൊഴുപ്പ് എന്നിവയുടെ അളവ് രേഖപ്പെടുത്തും. ലേബലിംഗ് സംവിധാനം നടപ്പിലാക്കുന്നതോടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയും. ഖത്തറിലെ മലയാളി സംരംഭകരുടെ കൂട്ടായ്മയായ കേരള ബിസിനസ് ഫോറം ബിസിനസ് കണക്ട് എന്ന പേരിൽ സംഗമം സംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലെയും ഖത്തറിലെയും നിക്ഷേപ സാധ്യതകളാണ് ബിസിനസ് കണക്ട് ചർച്ച ചെയ്യുക. പരിപാടിയുടെ ലോഗോ ഇന്ത്യൻ അംബാസഡർ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 30, മെയ് 1 തീയതികളിൽ ദോഹ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ബിസിനസ് കണക്ട് 2024 നടക്കുന്നത്. നിക്ഷേപകരും സംരംഭകരും വ്യവസായികളും പ്രൊഫഷണലുകളുമടക്കം 500-ലേറെ പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇൻവെസ്റ്റ് ഖത്തർ, ഇൻവെസ്റ്റ് ഇന്ത്യ പ്രതിനിധികളും പങ്കെടുക്കും. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യമുണ്ടാകും. ഈ സംസ്ഥാനങ്ങളിലെ നിക്ഷേപ സാധ്യതകൾ ബിസിനസ് കണക്റ്റിൽ ചർച്ചയാകും. പരിപാടിയുടെ ലോഗോ പ്രകാശനം ഇന്ത്യൻ അംബാസഡർ വിപുൽ നിർവഹിച്ചു. KBF പ്രസിഡന്റ് അജി കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് കിമി അലക്സാണ്ടർ ബിസിനസ് കണക്റ്റിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. ജനറൽ സെക്രട്ടറി മൻസൂർ മൊയ്തീൻ സ്വാഗതവും ഷഹീൻ MP നന്ദിയും പറഞ്ഞു. മീഡിയ 1, ദോഹ. പരിമിതികളെ അതിജീവിച്ച് സിവിൽ സർവീസിൽ ശാരിക നേടിയെടുത്ത മികച്ച വിജയത്തിൽ പ്രവാസിയായ ഒരച്ഛന്റെ കരുതൽ കൂടിയുണ്ട്. മകളുടെ നേട്ടത്തിൽ മീഡിയ 1മായി സന്തോഷം പങ്കുവെക്കുകയാണ് ശാരികയുടെ അച്ഛൻ ശശി. ഖത്തറിൽ സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ഇദ്ദേഹം. പരിമിതികളെ അതിജീവിച്ച് സിവിൽ സർവീസിൽ നേട്ടം കൈവരിച്ച ശാരിക എന്ന മിടുക്കിയെ കേരളക്കരയാകെ ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്.
മകളുടെ വിജയത്തിന്റെ സന്തോഷത്തിൽ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരച്ഛൻ നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ഖത്തറിൽ പ്രവാസിയായ അദ്ദേഹം മകളെ നേരിട്ട് അഭിനന്ദിക്കാൻ നാട്ടിൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മകളുടെ ഒരു നേട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു മകൾക്ക്? അവൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കും പ്രതീക്ഷ ഉണ്ടാകുമല്ലോ, രക്ഷിതാക്കളല്ലേ. അപ്പം പിന്നെ അവളെ ഈ പഠിത്തത്തിലൊക്കെ നല്ല ഇതിൽ തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ടേ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. പിന്നെ അവളെ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്താണ്, അവളെ ചോയ്സാണ് എടുത്തത്. ഞങ്ങൾ അവളോട് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു, പരിമിതികളുണ്ടല്ലോ നടക്കാനും അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു PSC ഒക്കെ എഴുതി നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും ഒരു ജോലി അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് ഞാനിത് ട്രൈ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അതാണ് അവളുടെ മെയിൻ ഇത്, ചോയ്സാണ്, അവളെ ചോയ്സാണ്. പിന്നെ ഞങ്ങൾ അമ്മയാണ് കൂടുതലായിട്ട് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇത്ര വർഷം ഒരു 25 വർഷത്തിൽ കൂടുതലായി ഖത്തറിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. എല്ലാ കാര്യത്തിനും വേണ്ടി പോകണ്ടേ. ഈ എക്സാമിന് വേണ്ടി 2 വട്ടം പോയി, ഡൽഹിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി പോയി. ഇപ്പോൾ വിജയത്തിന് വലിയ വലിയ അള്ളാഹിനോടും ഈശ്വരനോടെല്ലാം നന്ദിയുണ്ട്. പിന്നെ അവളെ സഹായിക്കുന്ന അവളെ കൂട്ടുകാരികളോടും അതുപോലെ തന്നെ എല്ലാ സ്കൂളെയും കോളേജിലെയും മാഷന്മാരോടും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നന്ദി അറിയിക്കുന്നു. ചേട്ടൻ ഇവിടെ ഖത്തറിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഖത്തറിൽ ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. ഒരു ലെബനാനി കമ്പനിയാണ്. അപ്പൊ ഷാരിഖ് ഇങ്ങനൊരു ആഗ്രഹം സിവിൽ സർവീസ് നോക്കണം അല്ലെങ്കിൽ IAS ആവണമെന്നൊരു ആഗ്രഹം പറയുമ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം വീട്ടിൽ നിന്നുള്ള? അവളെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താണ് ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. പിന്നെ കൂടുതലും അവളെ അമ്മയാണ് സപ്പോർട്ട് ചെയ്തത്. ഞാനും ഇവിടെ ഇരുന്ന് എൻ്റെ കഴിവിൻ്റെ എല്ലാ ഇത് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായിട്ടും അത്ര തന്നെയുള്ളൂ. വേറെ കാര്യമായിട്ട് അതിൽ പറയാനൊന്നുമില്ല. അവളെ കഴിവിൻ്റെ തെളിയിക്കാൻ വേണ്ടി അവൾക്കുള്ള ചാൻസ് ആയിരുന്നു. പിന്നെ അവൾക്ക് പരിമിതികളുണ്ടല്ലോ, അതുകൊണ്ട് അവളെ ഇഷ്ടത്തിന് വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവൾ പഠിത്തത്തിൽ തന്നെയായിരുന്നു കൂടുതൽ. പിന്നെ പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് കിട്ടിയിരുന്നു. എപ്പോഴാണ് ഷാരിഖയ്ക്ക് ഇങ്ങനൊരു ശാരീരിക പ്രശ്നമുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്? ജന്മന ഉള്ളതായിരുന്നു. ചെറുപ്പത്തിലെ പ്രസവ ടൈമിലാണ് കാലിന് വലിയൊരു ചെറിയൊരു ഇത് കണ്ട് കുഴപ്പം, ഒരു സ്വാധീനക്കുറവ് കണ്ടു. അപ്പോഴാണ് ചികിത്സിച്ചത്. അയ്യ ചെറുപ്പത്തിൽ അറിയില്ലല്ലോ, നടക്കാനൊന്നും പറ്റാത്ത പ്രായമല്ല. ചെറുപ്പത്തിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. പിന്നെ വലുതായതിനു ശേഷം കുറച്ചുകൂടി നടക്കാവുന്ന പ്രായത്തിലാണ് കറക്റ്റായിട്ട് അവർക്ക് നടക്കാൻ പറ്റാതെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ കാലിന് വേണ്ടിയുള്ള കാലിന് ഓപ്പറേഷൻ ചെയ്തിരുന്നു, 2 ഓപ്പറേഷൻ ചെയ്തിരുന്നു. അതുകൊണ്ടൊന്നും വലിയ ഗുണം കണ്ടില്ല. ഇപ്പൊ ഒരു സ്വപ്നതുല്യമായ നേട്ടമാണ് കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലിങ്ങനെ പരിമിതികൾ അനുഭവിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ശ്രമിച്ചാൽ നടക്കാത്തത് കാര്യമായിട്ട് ഒന്നുമില്ല ലോകത്ത്. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും, ലോകം കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഉദാഹരണം തന്നെയാണ് എൻ്റെ മകള് ഷാരിക. പിന്നെ അതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഷാരികയുടെ ആഗ്രഹം പോലെ തന്നെ സിവിൽ സർവീസിൽ IAS തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അച്ഛൻ നേരിട്ട് മകളെ കണ്ട് സന്തോഷം അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി നാട്ടിൽ പോവാണല്ലോ, അപ്പോൾ നമ്മളെ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഓക്കെ, എല്ലാവരുടെ അന്വേഷണം പറയാം, എല്ലാവിധ ആശംസകളും നേരാം. നിങ്ങളെ മീഡിയ വണ്ണിനും എൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ദോഹയിൽ നിന്നും സൽവ ഷെറീൻ, മീഡിയ വൺ. സൗദിയിലെ യാംബൂവിൽ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോളിന് ഇന്ന് രാത്രി കിക്ക് ഓഫ്. അർദ്ധരാത്രി 12 മണിക്കാണ് മത്സരങ്ങളുടെ തുടക്കം. യാംബൂ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ച് നടക്കുന്ന മത്സരങ്ങളിൽ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. നാളെയാണ് ഫൈനൽ. യാംബുവിലെ റദ്വ സ്റ്റേഡിയമാണ് വേദി. രാത്രി 12-ന് ആദ്യ മത്സരത്തിന് തുടക്കമാകും. മീഡിയ വൺ ആദ്യമായി സംഘടിപ്പിക്കുന്ന സൂപ്പർ കപ്പ് ഫുട്ബോളിൽ മാറ്റുരക്കുന്നത് 8 ടീമുകളാണ്. യുണീക്ക്, സനയ, ഫൈറ്റേഴ്സ് കണ്ണൂർ, RC കേരള, മലബാർ, എവർഗ്രീൻ, ബിൻ കമീസ്, GM16 എന്നീ ടീമുകളാണ് പോരിനിറങ്ങുക. വിദ്യാർത്ഥികളുടെ കലാവിരുന്നും അരങ്ങേറും. യാംബുവിലെ 10ലേറെ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് മീഡിയ വൺ സൂപ്പർ കപ്പ് മത്സരം. ക്യാഷ് അവാർഡിനും ട്രോഫിക്കും പുറമെ വിവിധ സമ്മാനങ്ങളും ജേതാക്കൾക്കുണ്ടാകും. മത്സരത്തിന്റെ മുഖ്യ പ്രായോജകർ HMR കോൺട്രാക്ടിംഗ് കമ്പനിയാണ്. റോയൽ പ്ലാസ, അറബ് ഡ്രീംസ്, ബിൻ കമീസ്, റീം അൽ ഔല, ഫോർമുല അറേബ്യ, അറാഡ്കോ, സമ മെഡിക്കൽ, ക്ലിയർ വിഷൻ, ന്യൂ ഇനീഷ്യേറ്റീവ്, ജിമാർട്ട് തുടങ്ങിയ യാംബുവിലെ പ്രമുഖ സ്ഥാപനങ്ങളും പ്രായോജകരാണ്. നാളെ രാത്രിയാണ് ഫൈനൽ മത്സരം. റോയൽ കമ്മീഷൻ യാംബു ആൻഡ് ജുബൈൽ കായിക വിഭാഗം മേധാവിയും സൗദി ഒളിമ്പിക് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനുമായ മാജിദ് അബ്ദുള്ള അൽ അഹമ്മദി നാളെ മുഖ്യാതിഥിയായിരിക്കും.
മീഡിയ 1 യാംബോ. മണ്ണാർക്കാട് പ്രവാസി കൂട്ടായ്മയായ മീറ്റ് UAE ദുബായ് ഘടകം ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ലക്കി FC ദുബായ്, ബ്രദേഴ്സ് ദുബായ്, മീറ്റ് ഷാർജ ടീമുകൾ ജേതാക്കളായി. അബ്ദുൽ റഹ്മാൻ, ശ്രീവിദ്യ ജയപ്രകാശ്, അമൃതാനന്ദ് എന്നിവർ നേതൃത്വം നൽകി. വേൾഡ് മലയാളി കൌൺസിൽ സൗദി അൽഖോബാർ ഘടകം കിഡ്സ് ക്ലബ്ബ് നിലവിൽ വന്നു. രാജു കുര്യൻ ക്ലബിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ക്ലബിൽ നിന്ന് പ്രാഗൽഭ്യം തെളിയിക്കുന്ന 3 കുട്ടികൾക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചു. 50-ലധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. കുട്ടികൾക്കായി പ്രത്യേക ട്രെയിനിങ്ങും വിജ്ഞാന പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ടീം ലീഡർ അറിയിച്ചു. ഷമീം കാട്ടാക്കട, അഷ്റഫ് ആലുവ, മൂസക്കോയ, നജീബ് അരഞ്ചിക്കൽ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ പാർലമെന്റ് മണ്ഡലം UDF കമ്മിറ്റി ദുബൈയിൽ പ്രചാരണ യോഗം സംഘടിപ്പിച്ചു. റയീസ് തലശ്ശേരി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. അജിത് കണ്ണൂർ, BA നാസർ, CA ബിജു തുടങ്ങിയവർ സംസാരിച്ചു. സൈനുദ്ദീൻ ചേലേരി, ഷൈജു അമ്മാനപ്പാറ എന്നിവർ മേൽനോട്ടം വഹിച്ചു. കുവൈത്തിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ 41ാമത് ഔട്ട്ലെറ്റ് ഷാബിൽ പ്രവർത്തനം ആരംഭിച്ചു. ജാസിം ഖാമിസ് അൽ ഷറ ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി, മുഹമ്മദ് സുനീർ, മുഹമ്മദ് അസ്ലം ചേലാട്ട് എന്നിവരും മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, സീ ഫുഡ് എന്നിവ ഉൾപ്പെടെ വിവിധ ഉൽപ്പന്നങ്ങൾ പുതിയ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ്. ഗുണമേന്മയിലും മിതമായ നിരക്കിലും മികച്ച ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ ഔട്ട്ലെറ്റ് തുറന്നതെന്ന് ഗ്രാൻഡ് കുവൈത്ത് റീജിയണൽ ഡയറക്ടർ അയൂബ് കച്ചേരി പറഞ്ഞു. 6000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ മികച്ച സൗകര്യത്തോടെയാണ് ഷാബിൽ ഔട്ട്ലെറ്റ് ഒരുക്കിയിട്ടുള്ളത്. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ പ്രൊമോഷൻ സെയിൽസിന് തുടക്കമായി. 10, 20, 30 റിയാൽ എന്നീ പ്രത്യേക നിരക്കുകളിൽ വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഏപ്രിൽ 23 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഓഫർ മേള. സൗദിയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുമാണ് ഓഫറിന് തുടക്കം കുറിച്ചത്. ഉപഭോക്താക്കൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. 10, 20, 30 റിയാൽ എന്നീ പ്രത്യേക നിരക്കുകളിൽ വിവിധയിനം ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് ആരംഭിച്ചിരിക്കുന്നത്. വിൽപ്പനമേള ഏപ്രിൽ 23 വരെ നീളും. പലചരക്ക് സാധനങ്ങൾ, പഴം, പച്ചക്കറികൾ, വീട്ടുപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി വിവിധയിനം ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. 10, 20, 30 പ്രൊമോഷന് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സൗദി അറേബ്യയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും തുടക്കം കുറിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള ഇന്ത്യൻ സ്കൂളുകളെല്ലാം പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ബാക്ക് ടു സ്കൂളിൻ്റെ ഒരുപാട് പ്രോഡക്റ്റും ഞങ്ങൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗ്രോസറി, പഴം, പച്ചക്കറി വർഗ്ഗങ്ങൾ കൂടാതെ വസ്ത്രങ്ങളും ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വളരെ എക്സ്ക്ലൂസീവ് പ്രൈസസിന് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ ഉൽപ്പന്നങ്ങളും പ്രത്യേക ഓഫറിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഞങ്ങളെടുത്ത സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ 10-20 റിയാലിൻ്റെ ഓഫർ എന്നിട്ട് വന്നതാണ്. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പെരുന്നാൾക്ക് ശേഷമാണ് ഇവിടെ നല്ല നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അവധി ആഘോഷിക്കാനെത്തിയ കുടുംബങ്ങൾക്കും നാട്ടിൽ അവധിക്ക് പോകാനിരിക്കുന്നവർക്കും ഓഫർ ഏറെ പ്രയോജനപ്രദമാണ്. സ്ഥിരമായിട്ട് നമ്മൾ ലുലുന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തിലിരിക്കുന്ന സമയത്ത് 10-20 ഓഫർ വന്ന് നല്ല നമ്മുടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രൈസാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരവും വസ്ത്രങ്ങളും ആരോഗ്യദായകവും സൗന്ദര്യവർദ്ധകവുമായ ഉൽപ്പന്നങ്ങളും ഓഫറിലുണ്ട്. കണ്ടിന്യൂസ്ലായിട്ട് ഞാൻ ഫാമിലിക്ക് വേണ്ടുന്ന സാധനങ്ങൾ മൊത്തം തന്നെ ലുലു നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അത് ഫ്രീക്വൻ്റായിട്ട് തരുന്ന ഓഫറുകളെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. സൗദിയിലുള്ളവർക്ക് തൊട്ടടുത്ത ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഓഫറുകൾ ഉപയോഗപ്പെടുത്താം. മീഡിയ 1 ദമ്മാം. തന്റെ സിനിമകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും മതത്തെയും പിന്തുണയ്ക്കുന്നില്ല എന്ന നടൻ ഉണ്ണി മുകുന്ദൻ മറിച്ച് തെളിയിച്ചാൽ ഈ പണി അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിനിമയെ കുറിച്ചുള്ള കോൺട്രവേഴ്സീസ് എന്തായിരുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ സിനിമ റിലീസായി കഴിഞ്ഞു അതിൽ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗ് പോലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ പരിപാടി അവസാനിക്കും. ജയ് ഗണേഷ് സിനിമ നാളെ ഗൾഫ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്നതിനു മുന്നോടിയായി ദുബൈയിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഉണ്ണി മുകുന്ദൻ. ജയ് ഗണേഷ് എന്ന പേര് സിനിമയ്ക്ക് ഗൾഫിൽ ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന രാജ്യത്ത് അത്തരം ആശങ്കകളില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. മലയാള സിനിമകൾ
പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നത് പ്രതീക്ഷ നൽകുന്ന ട്രെൻഡാണെന്ന് സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ പറഞ്ഞു. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ പരമാവധി മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാം. ഇതിനപ്പുറത്തേക്ക് ഹെൽപ്ലെസ്, നമ്മുടെ കൺട്രോളിലല്ല ഈ സംഭവം. അപ്പോൾ ഇത് പാൻ ഇന്ത്യൻ ആവുമോ അല്ലെങ്കിൽ അവരെ ആസ്വദിക്കുന്നില്ലോ നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന പാൻ ഇന്ത്യൻ ആവുന്ന സിനിമകൾ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള സിനിമകളെ അല്ല. ഇറ്റ്സ് ടോട്ടലി അൺപ്രസിഡന്റ്. അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആവണം എന്ന് പ്ലാൻ ചെയ്ത സിനിമകൾ ആവുന്നില്ല. അപ്പോൾ ഇതും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമുക്ക് സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൽ പറ്റില്ല. ഭിന്നശേഷിക്കാരുടെ ഹീറോയിസം വിഷയമാകുന്ന ജയ്ഗണേഷ് സിനിമ നാട്ടിലെ കെട്ടിടങ്ങളും തിയേറ്ററുകളും ഭിന്നശേഷി സൗഹൃദമാക്കാൻ പ്രേരകമായാൽ അതായിരിക്കും സിനിമയുടെ വലിയ വിജയമെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. നാട്ടിൽ സിനിമ വിജയിച്ചതിന്റെ ആഘോഷവും ദുബൈയിൽ നടന്നു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന് കീഴിലെ ICF മദ്രസകളിലാണ് പ്രവേശനോത്സവം നടക്കുന്നത്. ഖൈത്താൻ, സാൽമിയ, ഫഹാഹിൽ, അബ്ബാസിയ, ജഹ്റ എന്നിവിടങ്ങളിലെ മദ്രസകളിൽ നാളെ രാവിലെ 8 മണി മുതൽ വിദ്യാർത്ഥികൾ ആദ്യാക്ഷരം കുറിക്കും. KG ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. മലയാള ഭാഷാ പഠനവും മദ്രസകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുവൈത്തിലെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വാഹന സൗകര്യം ലഭ്യമാണെന്ന് മദ്രസ ഭാരവാഹികൾ അറിയിച്ചു. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കുവൈത്ത് ക്യാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മാർച്ച് 10 ആരംഭിച്ച ടൂർണമെന്റ് ഏപ്രിൽ 12 അവസാനിച്ചത്. അബ്ബാസിയ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് നടത്തിയത്. സുരേഷ് കോടഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഡബിൾസ്, സിംഗിൾസ് എന്നീ കാറ്റഗറികളിലായി ക്രമീകരിച്ച മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സിംഗിൾ കാറ്റഗറിയിൽ ജിജി കുഞ്ഞപ്പൻ 1ാം സ്ഥാനവും ജിജു കിഴമാഞ്ചേരി 2ാം സ്ഥാനവും നേടി. ഡബിൾസിൽ പ്രമോദ് ആൻഡ് മിർഷാദ് ടീം 1ാം സ്ഥാനവും കോയ മൊയ്തീൻ അബ്ദുൽ ഹക്കീം ടീം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച താരമായി ജിജു കിഴമാഞ്ചേരി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അനയ് കുമാറിനും കുടുംബത്തിനും ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈത്ത് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ കുര്യൻ തോമസ് പൈനുമൂട്ടിൽ മൊമെന്റോ കൈമാറി. ബാബു പനമ്പള്ളി, രാജീവ് നടുവിലെമുറി, സിറിൽ ജോൺ, അലക്സ് ചമ്പക്കുളം എന്നിവർ സംസാരിച്ചു. തനിമ കുവൈത്ത് 20ാം വാർഷികവും വിഷുത്തനിമയും സംഘടിപ്പിച്ചു. സംഗീത് സോമനാഥ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങൾ ഒരുക്കിയ വിഷുക്കണിയും വിഷുസദ്യയും ശ്രദ്ധേയമായി. വിജേഷ് വേലായുധൻ ആമുഖ പ്രസംഗം നടത്തി. ബാബുജി ബത്തേരി, ജേക്കബ് വർഗീസ്, ദിലീപ് DK എന്നിവർ വിഷുത്തനിമയുടെയും മാക്ബത്ത് നാടക ദിനങ്ങളുടെയും ഓർമ്മകൾ പങ്കുവച്ചു. അംഗങ്ങൾ ഒരുക്കിയ വിഷുക്കണിയും വിഷുസദ്യയും കൊണ്ട് വ്യത്യസ്തമായിരുന്നു ചടങ്ങുകൾ. ഒരിടവേള കൂടി. മസ്കത്ത് ഡ്യൂട്ടി ഫ്രീ 69ാം ക്യാഷ് റാഫിൽ നറുക്കെടുപ്പിലെ വിജയിയെ പ്രഖ്യാപിച്ചു. ഇത്തവണയും പ്രവാസി മലയാളിയാണ് വിജയ്. കഴിഞ്ഞ 21 വർഷമായി മസ്കത്ത് ഡ്യൂട്ടി ഫ്രീ റാഫിൽ നറുക്കെടുപ്പ് നടത്തിവരുന്നുണ്ട്. മലയാളിയായ സുധീർ തൊട്ടിയിലാണ്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രയ്ക്കിടെ സുധീർ എടുത്ത ടിക്കറ്റിനാണ് ഭാഗ്യം ലഭിച്ചത്. 15 വർഷമായി ഒമാനിൽ കഴിയുന്ന സുധീർ ഇപ്പോൾ കോഫി ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. മസ്കത്ത് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചിൽ വെച്ച് സർക്കാർ പ്രതിനിധികളുടെയും മസ്കത്ത് ഡ്യൂട്ടി ഫ്രീ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. 69ാം മസ്കത്ത് ഡ്യൂട്ടി ഫ്രീ ക്യാഷ് റാഫിൽ നറുക്കെടുപ്പിൽ വിജയിയായത് മലയാളിയായ സുധീർ തൊട്ടിയിലാണ്. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രയ്ക്കിടെ സുധീർ എടുത്ത ടിക്കറ്റിനാണ് ഭാഗ്യം ലഭിച്ചത്. 15 വർഷമായി ഒമാനിൽ കഴിയുന്ന സുധീർ കോഫി ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. 15 വർഷമായിട്ട് ഞാൻ ഒമാനിൽ വർക്ക് ചെയ്യാണ്. കോഫി ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ പോകുന്ന ടൈമിന് ടിക്കറ്റ് എടുക്കലുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി ഒരുമിച്ചെടുത്തതാണ്. 5 റിയൽ പ്രകാരം എൻ്റെ പേരിലാണ് എടുത്തത്. കിട്ടുന്നുള്ളത് ഒരു പ്രതീക്ഷയില്ല. കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മസ്കത്ത് ഡ്യൂട്ടി ഫ്രീയുടെ ഹെഡ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ CEO റിനാറ്റ് വിജയ്ക്കുള്ള സമ്മാനത്തുക കൈമാറി. ചടങ്ങിൽ മസ്കത്ത് ഡ്യൂട്ടി ഫ്രീ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു. 69ാം നറുക്കെടുപ്പിലെ ഭാഗ്യശാലിയായ സുധീറിനെ മസ്കത്ത് ഡ്യൂട്ടി ഫ്രീയുടെ CEO റെനാറ്റ് അഭിനന്ദിച്ചു. Mr. Sudhir, our winner of the $100,000, he will get to enjoy this grand prize, which is a fantastic news for him. Also very excited for all of our potential customers who now can be part of our next raffle for $100,000, $15,000 or $10,000. So we'll have 3 new prizes, really something exciting in the store for all of our customers. ക്യാഷ് റാഫിൽ നറുക്കെടുപ്പിൽ സ്ഥിരമായി മലയാളികൾക്ക് സമ്മാനം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മസ്കത്ത് ഡ്യൂട്ടി ഫ്രീയെ പ്രതിനിധീകരിച്ച് രാംകുമാർ പറഞ്ഞു.
ഇപ്പോൾ പുതിയ ടിക്കറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ടിക്കറ്റിൻ്റെ ഡ്രോ നമ്പർ 70 അത് നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്നോ എയർപോർട്ട് സ്റ്റോറിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് മേടിക്കാം. അതിൽ 3 പ്രൈസുകളാണ് വരുന്നത്. ഫസ്റ്റ് പ്രൈസ് $100,000, രണ്ടാമത്തെ പ്രൈസ് $15,000, മൂന്നാമത്തെ പ്രൈസ് $10,000. യാത്രക്കായോ അല്ലാതെയോ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുമ്പോഴും മസ്കത്ത് ഡ്യൂട്ടി ഫ്രീ വെബ്സൈറ്റ് വഴി ഓൺലൈനായും റാഫിൽ കൂപ്പൺ വാങ്ങാമെന്നും അധികൃതർ അറിയിച്ചു. മീഡിയ 1 മസ്കത്ത്. ഫ്ളാറ്റിൽ പല കുടുംബങ്ങൾ ഒത്തുകൂടിയും കൂട്ടുകാർ ഒരുമിച്ച് സദ്യ തയ്യാറാക്കിയും സൗഹൃദം പങ്കിട്ടും ബഹ്റൈനിലും വിഷു ആഘോഷിച്ചു. കണിയും കൈനീട്ടവുമായി ജോലിസ്ഥലത്തും ബാച്ചിലർ താമസ സ്ഥലങ്ങളിലുമെല്ലാം ആഘോഷങ്ങൾ നടന്നു. ബഹ്റൈനിലും പ്രവാസി മലയാളികൾ വിഷു ആഘോഷിച്ചു. ബഹ്റൈനിലെ വിഷു ആഘോഷ കാഴ്ചകൾ കാണാം. കാർഷിക സമൃദ്ധിയുടെ വിഷു കാഴ്ചകൾ, ഒപ്പം നാടിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ. ആ ഓർമ്മകളുടെ വീണ്ടെടുപ്പ് കൂടിയാണ് പ്രവാസിക്ക് വിഷു. ജോലി തിരക്കുകളും പരിമിതികളും ധാരാളം. പക്ഷേ വിഷുനാളിൽ സമൃദ്ധമായ കണി കണ്ടുണരാതിരിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് ജുഫൈറിൽ ക്ലാസിക് ടവറിൽ വൈശാഖ് വി ഗോപാലകൃഷ്ണന്റെ ഫ്ളാറ്റിൽ 7 കുടുംബങ്ങൾ ഇങ്ങനെ ഒത്തുചേർന്നത് അതിരാവിലെ ഈ കാഴ്ചയിലേക്ക് മെഴി തുറക്കാനാണ്. കാർഷിക വിളകളുടെ കാഴ്ചകൾ, മന്ദസ്മിതവുമായി കൃഷ്ണവിഗ്രഹം, വാൽക്കണ്ണാടിയും ധാന്യങ്ങളും, പിന്നെ ഈ കൈനീട്ടം. തലേ ദിവസം തന്നെ സദ്യക്കുള്ള പാചകവും ചിട്ടവട്ടങ്ങളും ഒരുക്കുവാൻ എല്ലാവരും ഒത്തുകൂടിയിരുന്നു. പല വീട്ടുകാർ കൂടി പാചകം ചെയ്ത് തയ്യാറാക്കിയ ഒന്നാന്തരം സദ്യ, കുത്തരിച്ചോറും പലകൂട്ടം കറികളും പാൽപ്പായസവും കൂടിയായപ്പോൾ വിഷുവാഘോഷം ഗംഭീരമായി. കുട്ടികൾക്കും പ്രവാസഭൂമികയിലെ വിഷു ഹൃദ്യമായ അനുഭവമായി. വിഷു അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ ഉണ്ടു, പായസം കുടിച്ചു, ഫാമിലിയൊക്കെ തിരിച്ചു വന്നു, നമ്മൾ അമ്പലത്തിലേക്കും പോയി. വിഷു നല്ലതായിരുന്നു. ഞാൻ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി. എന്നിട്ട് ഫാമിലിയുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഞാൻ ഹെൽപ്പാക്കിന് ഭക്ഷണം ഉണ്ടാക്കാൻ. എന്നിട്ട് എന്തെങ്കിലും ഫ്രണ്ട്സിന് പായസം എല്ലാം കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. വിഷു അടിപൊളി തന്നെയായിരുന്നു. കുറേ സാധനങ്ങൾ ചെയ്തു, കൈനീട്ടം കിട്ടി, പിന്നെ ഞങ്ങളെ ഫാമിലി കൂടെ സന്തോഷിച്ച്. ദർശനത്തിനായി നിരവധി പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്നത്. നമ്മൾ ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. നമ്മളിവിടെ രാവിലെ അമ്പലത്തിൽ രാവിലെ 5 തൊട്ട് വളരെ നല്ല തിരക്കായിരുന്നു. കേരളത്തിലെന്ന പോലെ തന്നെ മലയാളികൾ അതിഗംഭീരമായിട്ട് പ്രവാസ ലോകത്തും വിഷു ആഘോഷിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും മലയാളി കൂട്ടായ്മകളിലെല്ലാം അതിവിപുലമായ വിഷു സദ്യയും വിഷു കൈനീട്ടവും വിഷു കണി ഒരുക്കി മലയാളികൾ വിഷു ആഘോഷിക്കുന്നു. വിഷു എന്ന് പറഞ്ഞാൽ ഇത്തവണ എന്നില്ല, എല്ലാ വർഷവും അതിമനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബഹ്റൈൻ. കുറച്ചുകൂടിയും എനിക്ക് ചെറുപ്പകാലങ്ങളിൽ നാട്ടിലിനെക്കാട്ടും അനുഭവത്തെക്കാട്ടും കൂടുതൽ അനുഭവം ഫീൽ ചെയ്യുന്നത്, അതായത് അനുഭവപ്പെടുന്നത് ബഹ്റൈനിലാണ്. വിഷുവിൻ്റെ വൈബ് വളരെ നല്ലതായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു വൈബ് എനിക്ക് തിരിച്ചു കിട്ടിയ ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായത്. ഇപ്രാവശ്യത്തെ വിഷു നല്ല രീതിയിൽ ആഘോഷിച്ചു ഞങ്ങൾ. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡായിരുന്നു. വിഷുവിൻ്റെ സദ്യ, അത് റൂമിൽ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ വിഷു രാവിലെ കണി കണ്ടു, സദ്യ ഉണ്ടാക്കി, ഫുഡൊക്കെ കഴിച്ചു, കൂട്ടുകാരൊക്കെ ആയിട്ട് വിഷു ഈ വർഷം നന്നായിട്ട് ആഘോഷിച്ചു. ഇങ്ങനെ താമസ സ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലുമെല്ലാം തങ്ങളുടേതായ ആഘോഷമൊരുക്കിയാണ് ബഹ്റൈനിൽ പ്രവാസികൾ വിഷു വർണ്ണാഭമാക്കിയത്. സിറാജ് പള്ളിക്കര, മീഡിയ 1. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ മിഡീസ് അവർ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.